നമസ്കാരം, എല്ലാവർക്കും ഹാബിറ്റസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയുടെ PYQ ഫസ്റ്റ് പാർട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒട്ടും വൈകണ്ട, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ബക്രാനങ്കൽ സത്ലജ്, ഹിരാക്കുഡ് മഹാനദി, തെഹ്രി ഡാം കൃഷ്ണ, സർദാർ സരോവർ നർമ്മദ. അപ്പോൾ ഇതിലേതാണ്? മൂന്നാമത്തെയാണ് തെറ്റ് വന്നിരിക്കുന്നത്. തെഹ്രി ഡാം കൃഷ്ണയിലല്ല. തെഹ്രി ഡാം എവിടെയാണ്? ഭഗീരഥി റിവറിലാണ്. അപ്പം തേർഡ് വൺ തെറ്റാണ്, ബാക്കി മൂന്നും ശരിയാണ്. ബക്രാനങ്കൽ ഡാം സത്ലജിലാണ്, ഹിരാക്കുഡ് ഡാം മഹാനദിയിലാണ്, സർദാർ സരോവർ നർമ്മദയിലാണ്. അപ്പം ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 4 മാത്രം. അസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത്. അപ്പം അസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയതിന്റെ പേര് നംച ബർവ എന്നാണ്. നംച ബർവ. അടുത്ത ചോദ്യം, കശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ്. അപ്പം കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം, അതിന്റെ പേരാണ് കരേവ. ഓപ്ഷൻ സി ആണ് ഉത്തരം, കരേവ കേട്ടോ. നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. അപ്പൊ നറോറ ആണവ നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിലാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിന്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. മധ്യപ്രദേശിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാംഗനീസിന്റെ നിക്ഷേപം ഉള്ളത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ PSC ആൻസർ കീയിൽ ക്യാൻസൽഡ് ആയിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏതാണ്? മൺസൂൺ മഴയും വേനൽക്കാലവും മാറി മാറി വരുന്ന പ്രദേശങ്ങളിൽ കാണുന്ന മണ്ണിനം ലാറ്ററൈറ്റ് സോയിലാണ് കേട്ടോ. ലാറ്ററൈറ്റ് മണ്ണാണ്. നമ്മുടെ കേരളത്തിലൊക്കെ ലാറ്ററൈറ്റ് സോയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം അല്ലെ. കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? അപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയാണ് ജംഷഡ്പൂർ. അത് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴയത് കേട്ടോ. ഓൾഡസ്റ്റ് അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റും അതുപോലെ തന്നെ ദ ലാർജസ്റ്റ് അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റും ഏതാണ്? ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ് കറക്റ്റ് ആൻസർ. പെനിൻസുലാർ പ്ലാറ്റു. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ. അപ്പം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ഉള്ളതെന്നുള്ളത് ഇപ്പം മാറ്റി കോഴിക്കോട് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പം നിലവിൽ കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ് കേട്ടോ. അതേതാണ്? ദേശീയ ജലപാത 3 ആണ് അല്ലെ. ദേശീയ ജലപാത നാഷണൽ വാട്ടർവേ 3 ആണെന്ന് ഓർത്തിരിക്കുക. ഇത് ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. നാഷണൽ വാട്ടർവേ 3. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗത്തെയാണ്? ഏത് ഭൂവിഭാഗത്തെയാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത്? നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ് അല്ലെ. ഉത്തര മഹാസമതലം നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം സദേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ ഇന്ദിര പോയിന്റ് ആയിരുന്നു അല്ലെ. 2004 സുനാമിയിൽ സബ്മേർജ് ആയി പോയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇന്ദിര പോയിന്റ്. അപ്പോൾ ഒരു പക്ഷെ അതുകൊണ്ടാവണം ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസലായി പോയത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം കണ്ടെത്തുക. അക്ഷാംശീയ സ്ഥാനം, പശ്ചിമ അസ്വസ്ഥത. പശ്ചിമ അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ്, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം. അപ്പം ഒരു തരത്തിൽ ഇതെല്ലാം ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അല്ലെ. അപ്പം ഇതിൽ നമുക്ക് കറക്റ്റ് ഒരു ഓപ്ഷൻ കണ്ടെത്താൻ പറ്റില്ല. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യനും ക്യാൻസൽ ഔട്ട് ആയി പോയതായിരുന്നു കേട്ടോ. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? അപ്പം നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റ്, നമ്മുടെ കേരള മലബാർ ആ ഒരു സൈഡിലുള്ള മലബാർ തീരമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉൾപ്പെടുന്ന തീരസമതലവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിക്കുന്നത്. താരതമ്യേന വീതി കുറവ് ശരിയാണല്ലേ. നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റ് ആണ് ഈസ്റ്റിനേക്കാളും വീതി കുറവ്. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. അത് തെറ്റല്ലേ. ബംഗാൾ ഉൾക്കടലിലല്ലോ, എവിടെയാണ്? അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു. ശരിയാണ്. വീതി താരതമ്യേന കൂടുതൽ. അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇത് തെറ്റായി പോയി. അപ്പം 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല. ഇതും ക്യാൻസൽ ഔട്ട് ആയി പോയ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയത് K2 ആണ്, ഗോഡ്വിൻ ഓസ്റ്റിൻ.
അപ്പം ഈ ക്വസ്റ്റ്യനിലും ഓപ്ഷൻസിൽ അത് കൊടുക്കാത്തതുകൊണ്ട് ഇതും ക്യാൻസൽ ഔട്ടായി പോയിട്ടോ. അടുത്ത ചോദ്യം, സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് ഏത്? ജലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്. ഫസ്റ്റ് ഓപ്ഷൻ ആണ് ശരിയായിട്ടുള്ളത് അല്ലേ? ഓപ്ഷൻ എ ആണ്. മറ്റേതിൽ നോക്ക്, കോസി നദി. കോസി ഏതാണ്? ഗംഗയുടെ ട്രിബ്യൂട്ടറിയാണ്. പിന്നെ ഇതിലിവിടെ തീസ്ത കൊടുത്തിട്ടുണ്ട്. തീസ്ത ബ്രഹ്മപുത്രയിലാണ് ജോയിൻ ചെയ്യുന്നത്. സോണും ഗംഗയിലാണ് വരുന്നത്. അപ്പൊ ഇത് മൂന്നും തെറ്റാണ്. ഇതാണ് ശരിയായിട്ടുള്ളത്. ജലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്. ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം ഏത്? അപ്പം റാബി ക്രോപ്സ്, റാബി സീസൺ ഏതിലാണ്? നവംബർ മധ്യം ആണ് അല്ലെ? നവംബറിലാണ്. ഒക്ടോബർ ടു നവംബർ എൻഡ് എന്നാണ് നമ്മൾ പറയാല്. നവംബർ മധ്യത്തിലാണ് ശരിക്കും പറയാ. ഇനി ജൂണിലാണെങ്കിൽ ഖാരിഫ് സീസൺ ആണ് അല്ലെ? റെയിനി സീസൺ. ആ ഒരു സമയത്തേക്കാണ് ഖാരിഫ് ക്രോപ്പ് വരിക. നമ്മുടെ ഇതാണ് റൈസ്, അതൊക്കെ പാഡിയൊക്കെ ഖാരിഫ് ക്രോപ്പാണ്. പിന്നെ റാബിയിൽ വീറ്റ്, ഗോതമ്പ് റാബി ക്രോപ്പാണ്. ഇനി മാർച്ചിൽ വരുന്നതാണ് സെയ്ദ് മാർച്ചിലാണ് വരിക കേട്ടോ. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, നവംബർ മധ്യം. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? മുംബൈ ആണല്ലേ? മുംബൈ ആണ് കോട്ടണോപോളിസ് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാല. അപ്പം ജർമ്മനീന്റെ ഹെൽപ്പോട് കൂടിയിട്ട് വന്ന അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഏതായിരിക്കും? ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേല അല്ലെ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. റൂർക്കേലയിലുള്ള പ്ലാന്റ് ആണ് ജർമ്മനിയുടെ സഹായത്തോടു കൂടി വന്നത്. 1959 ഇയർ ഓർത്തിരിക്കുക കേട്ടോ. ഇന്ത്യയിലെ 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ, അതായത് ഗോൾഡൻ ക്വാഡ്രിലേറ്ററൽ ഹൈവേ എന്നൊക്കെ പറയും, എന്ന് പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഏതൊക്കെയാണ്? ഓപ്ഷൻസ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് പറയാം. ഓപ്ഷൻ ബി ആണ് അല്ലേ? ഡൽഹി, മുംബൈ, ചെന്നൈ, കൽക്കത്ത. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് വരുന്നത്. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ഡി, ലിഗ്നൈറ്റ് ആണ് അല്ലേ കറക്റ്റ് ആൻസർ. അപ്പം ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരിയാണ് ലിഗ്നൈറ്റ്. ആന്ത്രസൈറ്റ് ആണെങ്കിലോ പ്യുവറസ്റ്റ് ഫോം ഓഫ് കോൾ ആണ്. അപ്പം അതിൽ ഏറ്റവും പ്യുവർ ആയിട്ടുള്ള കൽക്കരി ആന്ത്രസൈറ്റ് ആണ് കേട്ടോ. ഇന്ധനക്ഷമത കുറഞ്ഞത് ലിഗ്നൈറ്റ്. ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്ലാഗ് റോഡ് ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. സ്റ്റീൽ സ്ലാഗ് റോഡ് ഉദ്ഘാടനം നടന്നത് NH-66 മുംബൈ ഗോവയാണ് കറക്റ്റ് ആൻസർ കേട്ടോ. NH-66 മുംബൈ ഗോവ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? വെസ്റ്റേൺ ഗട്ട്സിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് ആനമുടിയാണ് അല്ലേ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ബോംബെ ആണ്. കറക്റ്റ് ആണ് അല്ലേ? അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉത്പാദനത്തിൽ ചോളത്തിന് 3ാം സ്ഥാനമാണുള്ളത്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ചണനാരിനെ യൂണിവേഴ്സൽ ഫൈബർ എന്നും അറിയപ്പെടുന്നു. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. യൂണിവേഴ്സൽ ഫൈബർ ഏതാണ്? കോട്ടൺ ആണ്. ചണനാര് എന്താണ്? ഗോൾഡൻ ഫൈബർ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം. ഇനി അടുത്തത് ചേരുംപടി ചേർക്കലാണ്. ഓക്കെ, ഇതിന്റെ ഓപ്ഷൻസ് നിങ്ങൾ ഈ കോഡ്സ് നോക്കണ്ട, ഇത് തെറ്റാണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയി പോയതാ, പക്ഷെ നമുക്ക് ഇതൊന്ന് മാച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ ദാമോദർ നദി, ഗോദാവരി, കൊയ്ന നദി, ബ്രഹ്മപുത്ര നദി തന്നിട്ടുണ്ട്. അസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന ഏതാണ്? ബ്രഹ്മപുത്ര നദിയാണ്. ദക്ഷിണ ഗംഗ ഗോദാവരിയാണ്. മഹാരാഷ്ട്രയുടെ ജീവനാഡി കൊയ്ന നദിയാണ്. ഇന്ത്യയുടെ ചുവന്ന നദി അത് ബ്രഹ്മപുത്ര തന്നെയാണ്. അപ്പൊ ഇവിടെ ദാമോദർ നദി എന്ന് പറയുന്നത് സോറോ ഓഫ് ബംഗാളിന്റെ ദുഃഖമാണ്. അപ്പൊ അതിന് പകരമാണ് ഇവിടെ ഓപ്ഷൻ തെറ്റി കൊടുത്തതാണ് ആസാമിന്റെ ദുഃഖം എന്ന്. പക്ഷെ ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ് കേട്ടോ. അപ്പൊ 2 ഓപ്ഷൻസ് ഇവിടെ ബ്രഹ്മപുത്രയ്ക്കാണ് വന്നിട്ടുള്ളത്. ഇന്ത്യയുടെ ചുവന്ന നദിയും അസാമിന്റെ ദുഃഖവും. ദാമോദർ ഏതാണ്? ബംഗാളിന്റെ ദുഃഖമാണ്, സോറോ ഓഫ് ബംഗാൾ. മറ്റേത് രണ്ടും നേരെ കറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഗോദാവരി, ദക്ഷിണഗംഗ, കൊയ്ന നദി, മഹാരാഷ്ട്രയുടെ ജീവനാഡി. ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? അപ്പം നോർത്തേൺ മൗണ്ടെയിൻസ് അതെങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യാത്തത് എന്നാണ് ചോദിക്കുന്നത്. നദികളുടെ ഉദ്ഭവ പ്രവേശം അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിലുടനീളം മഴ പെയ്യിക്കുന്നു. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഉഷ്ണകാലത്ത് തെക്ക് നിന്നും വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു.
അങ്ങനെ ചെയ്യുന്നില്ല അല്ലേ? അങ്ങനെ സദേൺ റീജിയൻസ് നിന്ന് വരുന്ന ആ ഒരു വരണ്ട കാറ്റിന് ഇന്ത്യയിലേക്ക് കടക്കാതെ എങ്ങനെയാണ് നോർത്ത് മേളിലല്ലേ? അപ്പം അങ്ങനെ ചെറുത്ത് നിൽക്കുന്നൊന്നുമില്ല. അത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമാകുന്നു. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അവിടെ സി ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഉപദ്വീപീയ പീഠഭൂമിയിലെ പരൽ രൂപ ശിലാപാളികളിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭാഗങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. അപ്പം ഉപദ്വീപീയ പീഠഭൂമികൾ, നമ്മുടെ പെനിൻസുലാർ പ്ലാറ്റു, അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ചോട്ടാനാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ്. ശരിയാണ്. ധാരാളം ലോഹ അലോഹ ധാതുക്കളാൽ സമൃദ്ധമാണ്. അതും ശരിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയെ വടക്കുകിഴക്കൻ പീഠഭൂമി, പ്രദേശം, മധ്യമേഖല തുടങ്ങിയ വിവിധ ഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. അതും ശരിയാണ്. എക്കൽ വിശറികളാൽ സമ്പന്നമാണ് ഇവിടം. എക്കൽ വിശറി എന്ന് പറയുമ്പോൾ അലൂവിയൽ ഫാൻസ്, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? അത് എവിടെയുള്ളത്? ഡെൽറ്റ റീജിയണിലാണ് അല്ലേ? നമ്മുടെ ബ്രഹ്മപുത്ര ഡെൽറ്റ ആ ഒരു ഏരിയയിലാണ്, കുറച്ചും കൂടെ തീരദേശത്താണ്. അപ്പം ഇതാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ 5 ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു. ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ അറിയപ്പെടുന്നത്. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നു അല്ലെ? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു കോഴിക്കോട് വരെയാണ് ഇപ്പോൾ ഉള്ളത്. ഏതാണ് ദേശീയ ജലപാത? 3, നാഷണൽ വാട്ടർവേ 3 ആണ് കേട്ടോ. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്. ശരിയാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. അതും ശരിയാണ്. എക്കൽ മണ്ണ് എന്ന് പറഞ്ഞാൽ അലുവിയൽ സോയിൽ. ഉയർന്ന താപനിലയും മഴയും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു. അതും ശരിയാണ്. ഒരു ഖാരിഫ് വിളയാണ്. അതും ശരിയാണ്. അപ്പൊ ഈ 4 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓപ്ഷൻ എ ആണ് ഓൾ ഓഫ് ദ അബവ്. Which of the following statements best explains how India's geographical features influence the monsoon climate? അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണത് എന്നാണ് ചോദിക്കുന്നത്. The Himalayas act as a barrier that prevents the southwest monsoon winds from escaping northward, forcing them to shed moisture over the subcontinent, while the Deccan Plateau has no role in monsoon distribution. അപ്പോൾ ഇതിൽ എന്താ പറയുന്നത്? ഹിമാലയ അവിടെ ഒരു ബാരിയർ പോലെ നിന്നിട്ട് ഈ മൺസൂൺ വിൻസിനെ, സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡിനെ തടഞ്ഞു നിർത്തി അവിടെ മോയ്സ്ചർ മഴ പെയ്യിപ്പിക്കും. പക്ഷേ ഡെക്കാൻ പ്ലാറ്റ്യൂവിന് ഒരു റോളും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ തന്നെ നമുക്ക് പറയാം ഡെക്കാൻ പ്ലാറ്റ്യൂ നമ്മുടെ എല്ലാ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സും ഇവിടുത്തെ ക്ലൈമറ്റിന് അല്ലെങ്കിൽ ഇവിടുത്തെ മൺസൂണിനെ എല്ലാത്തിനും ഒരു തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെക്കാൻ പ്ലാറ്റ്യൂവിന് ഒരു റോളും ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലേ? അപ്പോൾ തെറ്റാണ്. The Western Ghats, Eastern Ghats, Himalayas and the Deccan Plateau together influence monsoon rainfall patterns through orographic effects, wind deflection and rain shadow formation, creating regional variations in monsoon intensity. അപ്പം ഇതിൽ വെസ്റ്റേൺ ഗട്ട്സും ഈസ്റ്റേൺ ഗട്ട്സും ഹിമാലയാസും അതുപോലെ ഡെക്കാൻ പ്ലാറ്റ്യൂവും എല്ലാതും ഒരുമിച്ച് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഓറോഗ്രാഫിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ മൗണ്ടെയിൻസിൽ വന്ന് ക്ലൗഡ്സ് തട്ടി നിന്നിട്ട് ആ ഒരു മൗണ്ടെയിനിൽ അങ്ങനെ തട്ടി നിന്നിട്ട് മഴ പെയ്യില്ലേ, അതിനെയാണ് ഈ ഓറോഗ്രാഫിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ പറഞ്ഞത് കറക്റ്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. India's peninsular shape has minimal influence on the monsoon as the winds are primarily controlled by global factors such as the El Nino Southern Oscillation and the Intertropical Convergence Zone. അപ്പം ഇതിൽ എന്താ പറയണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ പെനിൻസുലാർ ഷേപ്പില്ലേ, നമ്മളൊരു പെനിൻസുലാർ എന്താന്ന് പറഞ്ഞാൽ 3 സൈഡും എന്താണ് വാട്ടർ ആണ് അല്ലേ? അപ്പം ആ ഒരു ഉപദ്വീപീയ ആയിട്ടുള്ള ഷേപ്പ് അതിന് വലിയ ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ല മൺസൂണിൽ എന്നാണ് പറയണത്. അപ്പം അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. The Thar Desert enhances monsoon strength by creating a high-pressure system that attracts moisture-laden wind, ensuring uniform rainfall across all parts of India. ഇവിടെ എന്താ പറയുന്നത്? താർ ഡെസേർട്ട് ശരിക്കും എന്താണ് മൺസൂണിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. അവിടെ ഒരു ഹൈ പ്രഷർ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ട് ഈ മോയ്സ്ചർ ലേഡൻ വിൻഡ്, ഈ തണുപ്പുള്ള ആ ഒരു എന്താണ് മോയ്സ്ചർ അടങ്ങിയിട്ടുള്ള ആ വിൻഡിനെ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്ത് ഇന്ത്യയിലെ എല്ലാ പാർട്ടിലും യൂണിഫോം റെയിൻഫോൾ എൻഷുർ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരേ തോതിൽ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും മഴ ലഭിക്കുന്നതായിട്ട് എൻഷുർ ചെയ്യും. ഏത് താർ ഡെസേർട്ട്. അപ്പം അങ്ങനെയല്ലല്ലോ, നമുക്ക് യൂണിഫോം റെയിൻഫോൾ ആണോ? അല്ല, ഇന്ത്യയിലെ പല ഭാഗത്തും പല തോതിലാണ് മഴ ലഭിക്കുന്നത്. അപ്പം ഇതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ബി ആണ്. Which of the following best explains the complex interplay of factors influencing the variability and intensity of the Indian monsoon?
അപ്പം ഇന്ത്യൻ മൺസൂണിൻ്റെ എന്താണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതിൻ്റെ വേരിയബിലിറ്റി ആൻഡ് ഇൻറ്റൻസിറ്റീനെയൊക്കെ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. The Indian monsoon is solely driven by the temperature contrast between land and sea with no impact from global climatic phenomena. അപ്പോൾ ഇവിടെ എന്താ പറയണേ, ഇത് ഇന്ത്യൻ മൺസൂണിന് ഇത് മാത്രമാണ് ഇന്ത്യ ലാൻഡും സീയും തമ്മിലുള്ള ടെമ്പറേച്ചർ കോൺട്രാസ്റ്റ്, കരയും കടലും തമ്മിലുള്ള ആ ഒരു താപനിലയുടെ വ്യത്യാസം മാത്രമാണ് ഇന്ത്യൻ മൺസൂണിനെ ഡ്രൈവ് ചെയ്യുന്നത്. അല്ലാതെ ഗ്ലോബൽ ക്ലൈമറ്റിക് ഫിനോമിനന് ഒരു ഇമ്പാക്റ്റ് ഇവിടെ ഇല്ല. അതായത് ആഗോള തലത്തിലുള്ള ഒരു കാലാവസ്ഥ പ്രതിഭാസങ്ങൾക്കൊന്നും ഇവിടെ ഒരു ഇമ്പാക്റ്റും ഇല്ല. അപ്പോൾ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. ഗ്ലോബൽ ലെവലിലുള്ള ക്ലൈമാറ്റിക് ഫിനോമിനാസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ദ ഷിഫ്റ്റിംഗ് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ ITCZ അലോങ് വിത്ത് ഫാക്ടേഴ്സ് ലൈക്ക് ജെറ്റ് സ്ട്രീംസ്, ഓറോഗ്രാഫിക് എഫക്ട്സ് ആൻഡ് എൻസോ നമ്മൾ പറഞ്ഞു എൽനിനോ പ്രതിഭാസത്തിന്റെ എൻസോ ഇവന്റ് ഗവേൺസ് ദ സീസണൽ സ്ട്രെങ്ത് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മൺസൂൺ റെയിൻഫോൾ. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ITCZ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ ഈ ഒരു ഇക്വേറ്റോറിയൽ റീജിയനിൽ പറയില്ല, അത് നമ്മൾ കുറേ ആയിട്ട് ഈ പ്രഷർ ബെൽറ്റുകളായിട്ട് തിരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ഇന്ത്യയിലെ ആ ഇക്വേറ്റോറിയൽ റീജിയൻ എന്ന് പറയുമ്പം അവിടെ കുറച്ചും കൂടെ ഹൈ പ്രഷർ റീജിയൻ ആണ്. നമ്മുടെ മുകളിൽ നിന്ന് വരുന്ന വിൻഡും താഴെ നിന്ന് വരുന്ന വിൻഡും കൂടെ കൺവേർജ് ചെയ്ത് ഒരു എന്താ പറയുക ഭയങ്കര സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള ഭയങ്കര ഹൈ പ്രഷർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പം അതിനെയാണ് ഈ ITCZ എന്ന് പറയുന്നത്, ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. അപ്പം അവിടെ അതിൻ്റെ ഒരു ഷിഫ്റ്റിങ് കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് അത് കുറച്ച് മുകളിലേക്കും താഴേക്കുമായിട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യും ഈ ITCZ സോൺ. അപ്പം അതിൻ്റെ കൂടെ ജെറ്റ് സ്ട്രീംസ്, ഓറോഗ്രാഫിക് എഫക്റ്റ് നേരത്തെ പറഞ്ഞു, മലയിൽ തട്ടിയിട്ട് മഴ പെയ്യുന്ന എഫക്റ്റ്, ആൻഡ് എൻസോ എഫക്റ്റ്, ഇതെല്ലാം കൂടി ഹെൽപ്പ് ചെയ്തിട്ടാണ് എന്താണ് മൺസൂൺ റെയിൻഫോളിൻ്റെ ഡിസ്ട്രിബ്യൂഷനും സ്ട്രെങ്ത്തും ഒക്കെ വേരിയബിൾ ആയിട്ട് വരുന്നത്. അപ്പം അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. The southwest and northeast monsoons are independent systems with no interconnection, operating purely based on regional wind patterns. അപ്പോൾ സൗത്ത് ഈസ്റ്റ് ആൻഡ് അതുപോലെ സൗത്ത് വെസ്റ്റ് ആൻഡ് നോർത്ത് ഈസ്റ്റ് മൺസൂണിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷനും ഇല്ല എന്നാണ് പറയണത്. അങ്ങനെ നമുക്ക് തീർത്ത് പറയാൻ പറ്റുമോ? ഇല്ല. ഓരോ തരത്തിലത് എന്തെങ്കിലുമൊക്കെ കണക്ഷൻ ഉണ്ടാവും അല്ലേ. അപ്പം അതുകൊണ്ട് നോ ഇന്റർ കണക്ഷൻ എന്ന് പറയുന്നത് സോൾലി നമ്മളത് റിജക്റ്റ് ചെയ്യുക. അപ്പം അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്തത്, ഓറോഗ്രാഫിക് ബാരിയേഴ്സ് ലൈക്ക് വെസ്റ്റേൺ ഘട്ട്സ് ആൻഡ് ഹിമാലയാസ് only intensify monsoon rainfall without contributing to dry spells or regional disparities. അപ്പം ഈ ഒരു വെസ്റ്റേൺ ഗട്ട്സും ഹിമാലയാസ് ഒക്കെ ഓറോഗ്രാഫിക് ബാരിയേഴ്സ് ആയിട്ട് നിൽക്കുമ്പം അത് മൺസൂൺ റെയിൻഫോളിനെ ഇൻറ്റൻസിഫൈ ചെയ്യുക മാത്രമാണ് ചെയ്യണത്. ഈ ഡ്രൈ സ്പെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അടുപ്പിച്ച് മഴയില്ലാത്ത ദിവസങ്ങൾ ഉണ്ടാവില്ല, അതിനൊക്കെയാണ് ഡ്രൈ സ്പെൽസ് എന്ന് പറയണത്. കുറച്ച് ദിവസം അടുപ്പിച്ച് മഴയില്ലാണ്ടിരിക്കുമ്പോൾ. അപ്പം അങ്ങനെ, അല്ലെങ്കിൽ റീജിയണൽ ഡിസ്പാരിറ്റീസ്, പല സ്ഥലത്തും പല തോതിൽ അല്ലേ മഴ പെയ്യുക. അപ്പം അങ്ങനത്തെ ഡിസ്പാരിറ്റീസ് ഒന്നും ഇല്ലാണ്ടാക്കുന്നതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നാണ് പറയണത്. അപ്പം അത് തെറ്റല്ലേ. മൺസൂൺ റെയിൻഫോളിനെ മാത്രം ഇൻറ്റൻസിഫൈ ചെയ്യാന്നുള്ളത് മാത്രമല്ലല്ലോ വെസ്റ്റേൺ ഗട്ട്സും ഹിമാലയാസും ചെയ്യണത്. ബാക്കി എല്ലാ തരത്തിലും ജോഗ്രഫിക്കലി അത് പലതരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു പാറ്റേൺ ഉണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും കൂടുതലും ആൻസർ ആയിട്ട് വരാൻ സാധ്യത. ഇവിടെ നോക്കുമ്പോൾ വിത്ത് നോ ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്. അതുപോലെ തന്നെ നോ ഇന്റർ കണക്ഷൻ, സോൾലി ഇതിൽ മാത്രമാണ്, അങ്ങനെയൊക്കെ പറയണതില്ലേ. അതുപോലെ തന്നെ ഓൺലി ഇൻറ്റൻസിഫൈ, ഇത് മാത്രമാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡുള്ള സെൻറ്റൻസസ് ഒക്കെ മോസ്റ്റ്ലി നമുക്ക് നെഗേറ്റ് ചെയ്ത് കളയാൻ പറ്റണം ഓപ്ഷനിൽ നിന്ന്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ, പ്രത്യേകിച്ച് ഇങ്ങനെ വലിയ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ വരുമ്പം കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ് ഉത്തരമായിട്ട് വരാൻ സാധ്യത. അപ്പം നമുക്ക് അങ്ങനെ നോക്കുമ്പം ഓപ്ഷൻസ് ഇങ്ങനെ വായിച്ച് നോക്കുമ്പം ഓഡായിട്ട് തോന്നുന്ന ഒരു ഓപ്ഷൻ, ബാക്കിയൊക്കെ നെഗറ്റീവാണ് ഇത് മാത്രമാണ് പോസിറ്റീവ്, അല്ലെങ്കിൽ ബാക്കിയൊക്കെ പോസിറ്റീവാണ് ഇത് മാത്രമാണ് നെഗറ്റീവ്, അങ്ങനെ തോന്നുന്ന സെൻറ്റൻസ്, ഇപ്പം മേ ബി നമുക്ക് ആൻസർ കറക്റ്റായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിലും അങ്ങനെ തോന്നുന്ന സെൻറ്റൻസ് അതൊരു ആൻസർ ആവാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അപ്പം ആ രീതിയിൽ നിങ്ങളൊന്ന് ഇങ്ങനെ ഗസ് വർക്ക് ചെയ്യുമ്പം അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് ദ മൾട്ടിഫേസറ്റഡ് ഇമ്പാക്ട് ഓഫ് ദ പാലക്കാട് ഗ്യാപ്പ് ഓൺ റീജിയണൽ ക്ലൈമറ്റ് ആൻഡ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്. അപ്പോൾ പാലക്കാട് ഗ്യാപ്പിൻ്റെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളോട് ചോദിക്കണേ. ഇറ്റ് പ്രിവെൻറ്റ്സ് ദ പെനെട്രേഷൻ ഓഫ് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സ് into Tamil Nadu, leading to arid conditions in the region. അപ്പോൾ അതെന്താണ് പറയണത്, സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡിനെ തമിഴ്നാട്ടിലേക്ക് കടക്കാൻ സമ്മതിക്കുന്നില്ല, ആ ഒരു പെനട്രേഷനെ പ്രിവെന്റ് ചെയ്യുന്നു എന്നാണ് പറയണത്. അത് തെറ്റല്ലേ. ഈ ഒരു ഗ്യാപ്പിൽ കൂടെ കുറച്ചെങ്കിലും പെനട്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ. അപ്പം പ്രിവെന്റ് ചെയ്യുന്നില്ല, അത് തെറ്റാണ്. ഇറ്റ് സെർവ്സ് ആസ് എ ബയോഡൈവേഴ്സിറ്റി ബാരിയർ. അപ്പോൾ ബാരിയർ ആണെന്നാണ് പറയുന്നത്, ജൈവവൈവിധ്യത്തിൻ്റെ ഒരു ബാരിയർ ആണ്. ലിമിറ്റിംഗ് ദ മൂവ്മെന്റ് ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ ബിറ്റ്വീൻ ദ വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ഡെക്കാൻ പ്ലാറ്റ്യൂ. അപ്പം അങ്ങനെ ബാരിയർ ആയിട്ട് അത് അവിടെ സെർവ് ചെയ്യുന്നുണ്ടോ? ഇല്ല, അതും തെറ്റാണ്.
It acts as a climatic gateway, allowing moisture-laden winds to influence rainfall patterns while also shaping economic and historical connectivity. അത് കറക്റ്റ് ആണ് അല്ലെ. ഒരു ക്ലൈമറ്റിക് ഗേറ്റ്വേ ആയിട്ടും അതുപോലെ തന്നെ എക്കണോമിക് ആൻഡ് ഹിസ്റ്റോറിക്കൽ കണക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ പാലക്കാട് ഗ്യാപ്പ് എന്ന് പറയുന്നത് അല്ലെ. It is primarily significant for transportation with minimal influence on climate and biodiversity in Western Ghats. അപ്പം സിഗ്നിഫിക്കൻ്റ് ആണ് ട്രാൻസ്പോർട്ടേഷന്, പക്ഷേ ക്ലൈമറ്റ് ആൻഡ് ബയോഡൈവേഴ്സിറ്റിക്ക് മിനിമൽ ഇൻഫ്ലുവൻസ് ആണോ കൊടുക്കുന്നത്? അല്ല, അങ്ങനെ വളരെ കുറവ് ഇൻഫ്ലുവൻസ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പാലക്കാട് പാസ് അല്ലെങ്കിൽ പാലക്കാട് ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ക്ലൈമറ്റിലും ബയോഡൈവേഴ്സിറ്റിയിലും അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് അത് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം സി ആണ് കറക്റ്റ് ആൻസർ. പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പാമ്പൻ പാലം. ശരിയാണ്. 1961 പഴയ പാമ്പൻ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 1914 പഴയ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായത് കേട്ടോ. അപ്പം അത് തെറ്റാണ്. 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. ശരിയാണ്. പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 2.5 മീറ്റർ ഉയരവും 2.08 കിലോമീറ്റർ നീളവുമുണ്ട്. അതും ശരിയാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ്? 1, 3, 4 ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഇനി ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. അപ്പോൾ ഇവിടെ നദികൾ കൊടുത്തിട്ടുണ്ട്, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ, സിന്ധു നദി നംച ബർവയെ കീറി മുറിച്ച് ആഴമേറിയ താഴ്വരകളിലൂടെ ഒഴുകുന്നു. അപ്പം അത് നമ്മൾ നംച ബർവ എവിടെയാണെന്ന് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടു. അസാം റീജിയൺ, അസാം ടിബറ്റ് ആ ഒരു റീജിയനിലാണ്, നോർത്ത് ഈസ്റ്റേൺ സൈഡിലാണ്. സിന്ധു നദി പക്ഷെ എവിടെയാണ്? ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ റീജിയനിലൊക്കെയാണ് അല്ലേ. അപ്പം വെസ്റ്റിലാണ്. അപ്പം ഈ പറയുന്ന പ്രസ്താവന തെറ്റാണ് കേട്ടോ. യമുന ഗംഗയുടെ ഒരു പ്രധാന കൈവഴി അലഹബാദിൽ വെച്ച് കൂടിച്ചേരുന്നു. ശരിയാണ്. കോസി ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നു. അപ്പം അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ബ്രഹ്മപുത്ര ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്നു. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ 2, 3, 4 ശരിയായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് കേട്ടോ. അടുത്ത ചോദ്യം, റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം ഏതാണ്? റോഡ് ഡെൻസിറ്റിയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ ആരാണ്? കേരള ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി മാച്ച് ദ ഫോളോയിങ് ആണ്. സ്റ്റേറ്റ്സും അവിടെയുള്ള ട്രൈബ്സിനെയും തന്നിട്ടുണ്ട്, അത് മാച്ച് ചെയ്യാനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലിസ്റ്റ് 1 സോലിഗാസ്, കോളീസ്, കുറുംബാസ്, ബൈഗാസ്. കേരള, മധ്യപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര. ഇതിൽ നമുക്ക് കുറുംബാസ് എന്തായാലും അറിയാം അല്ലേ. ഏതാണ്? കുറുംബാസ് കേരളയാണെന്ന് അറിയാം. അപ്പം നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ സി വരുന്നത് 2 ഓപ്ഷൻ ആണ്. പിന്നെ സോലിഗാസ് എവിടെയാണ് വരുന്നത്? സോലിഗാസ് കർണാടകയാണ്. കോലീസ് എവിടെയാണ് വരുന്നത്? മഹാരാഷ്ട്രയിലാണ്. കുറുംബാസ് കേരള. ബൈഗാസ് എവിടെയാണ്? ബൈഗാസ് മധ്യപ്രദേശിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ വരുന്നത് A3, B4, C1, D2 വരുന്നത് ഓപ്ഷൻ എ ആണ്. വിച്ച് സ്റ്റേറ്റ് റാങ്ക്സ് ഹയസ്റ്റ് ഇൻ ദ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി ഇൻ ഇന്ത്യ? അപ്പോൾ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റിയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ആർക്കാണ്? ഗുജറാത്തിനാണ് കേട്ടോ. ഗുജറാത്തിനാണ്. ഏകദേശം 16.5% ഗുജറാത്തിന്റെ ആ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത്. പിന്നെ 42.583 ജിഗാവാട്ട് ഓഫ് കപ്പാസിറ്റി ഗുജറാത്തിനുണ്ട് കേട്ടോ. അപ്പോൾ പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ 16.5%. വിച്ച് ഇസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് സോളാർ പാർക്ക്? അപ്പം വേൾഡിൽ തന്നെ ഏറ്റവും വലിയ സോളാർ പാർക്ക് ഏതാണ്? ഭഡിയ അല്ല, ഭഡ്ലയാണ് കേട്ടോ കറക്റ്റ് വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയി പോയിട്ടുണ്ട് ഓപ്ഷൻ തെറ്റായതുകൊണ്ട്. പക്ഷെ ഇവിടെ ആൻസർ വരുന്നത് ഭഡ്ല സോളാർ പാർക്ക് ഇൻ രാജസ്ഥാനാണ്. ഭഡിയ എന്ന് ഇവർ തെറ്റായി കൊടുത്തേക്കുന്നത്, അതായത് എല്ലാണ്. ഭഡ്ല സോളാർ പാർക്ക് ഇൻ രാജസ്ഥാൻ. ഓപ്ഷൻ എ ആണ് അപ്പോൾ കറക്റ്റ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ ലാർജസ്റ്റ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഇൻ ഇന്ത്യ? അപ്പോൾ ഇന്ത്യയിലെ ലാർജസ്റ്റ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഏതാണ്? കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റ് അല്ലേ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റ്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന പ്രദേശം. ഇതും ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. വെസ്റ്റേൺ ഗട്ട്സും ഈസ്റ്റേൺ ഗട്ട്സും കൂടിച്ചേരുന്ന പ്രദേശം നീലഗിരിയാണ്. ഓപ്ഷൻ സി. വീണ്ടും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. നാഷണൽ വാട്ടർവേ 3, ദേശീയ ജലപാത 3 ഏതാണ്? ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യന് കൺഫ്യൂഷൻ വന്നിരുന്നേ. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മളെ കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ എന്ന് കുറേ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു എന്ന് നമ്മൾ പറഞ്ഞില്ലേ. കോട്ടപ്പുറം മുതൽ കോഴിക്കോട് വരെ എന്നാണ് ഇപ്പം പറയേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ മുകളിൽ കൊടുത്തവയല്ല എന്നാണ് ഫൈനൽ ആൻസർ കീയിൽ വന്നത് കേട്ടോ. അപ്പോൾ ഡി ആണ് ഇതിൻ്റെ ഉത്തരം വന്നത്. ഓർത്തിരിക്കുക, കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയല്ല, എക്സ്റ്റെൻഡ് ചെയ്തു. കോട്ടപ്പുറം മുതൽ എവിടെയാണ്? കോഴിക്കോട് വരെയാണ് ഇപ്പോൾ ഉള്ളത്.
അനസാഗർ തടാകം ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പൊ അനസാഗർ തടാകം എവിടെയാണ്? രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലെ അജ്മീറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? നമ്മൾ നേരത്തെ ദക്ഷിണേന്ത്യയിലാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ, അത് ശ്രദ്ധിക്കണേ. ദക്ഷിണേന്ത്യയിലാണ്. ഇന്ത്യയിലാണെങ്കിൽ ഏതായിരുന്നു? ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. ഇത് ദക്ഷിണേന്ത്യയിലെ സൗത്ത് ഇന്ത്യയിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം അതേതാണ്? വിശ്വേശ്വരയ്യ ആണ്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ്. അതിനെ മൈസൂർ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് എന്നും പറയുന്നുണ്ട്. അപ്പം ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ വിശ്വേശ്വരയ്യാണ്, ഇന്ത്യയിൽ ആദ്യത്തെ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ ആണ് കേട്ടോ. ഇൻ വിച്ച് റീജിയൻസ് ഓഫ് ഇന്ത്യ ആർ ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് പ്രീഡോമിനന്റ്ലി ഫൗണ്ട്? അപ്പം ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ്, ഈ തോണി ബുഷസ് ഒക്കെ കൂടുതൽ കാണാൻ എവിടെയാണ്? ഡെസേർട്ട് റീജിയൻസിലാണ് അല്ലേ. അപ്പം ഇതിൽ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ എവിടെയാണ്? സെമി അരിഡ് റീജിയൻസ് ഓഫ് രാജസ്ഥാൻ, ഗുജറാത്ത് ആൻഡ് ഹരിയാനയാണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പം തോണി ഫോറസ്റ്റ് അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ എവിടെയാണ്? ഡെസേർട്ട് റീജിയൻസിലാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. The Silent Valley National Park in Kerala is renowned for conserving which type of forest ecosystem? അപ്പോൾ സൈലന്റ് വാലി നാഷണൽ പാർക്ക് എവിടെയാണ്? വെസ്റ്റേൺ ഗട്ട്സിലാണ്. വെസ്റ്റേൺ ഗട്ട്സ് എന്ത് ടൈപ്പ് ഓഫ് റെയിൻ ഫോറസ്റ്റ് ആണ്? ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ്. അപ്പൊ അത് ഓർത്തിരുന്നാൽ മതി. സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഏത് ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് സിസ്റ്റത്തിലാണ് വരുന്നത്? ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലാണ് വരുന്നത്. വിച്ച് ടു മൗണ്ടൻ റേഞ്ചസ് ഡു ദ പാലക്കാട് ഗ്യാപ്പ് സെപ്പറേറ്റ് ഇൻ ദ വെസ്റ്റേൺ ഗട്ട്സ്? അപ്പൊ ഏത് രണ്ട് മൗണ്ടൻ റേഞ്ചസിനെയാണ് പാലക്കാട് ഗ്യാപ്പ് സെപ്പറേറ്റ് ചെയ്യുന്നത്? അപ്പൊ നിങ്ങൾ കുറെ പേരൊക്കെ പോയിട്ടുണ്ടാവും, ട്രിപ്പൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ? എവിടെ? നെല്ലിയാമ്പതിയിലേക്ക്. അപ്പൊ അത് ഓർത്തിരിക്കുക, നീലഗിരി ഹിൽ റേഞ്ചസ് ആൻഡ് നെല്ലിയാമ്പതി ഹിൽ റേഞ്ചസ്. അടുത്ത ചോദ്യം, പർവ്വത നിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മണിപ്പൂരിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? ലോക്ടക് ആണ്, ലോക്ടക് ലേക്ക്. അപ്പോൾ മണിപ്പൂരിലെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ലോക്ടക് ലേക്ക്. അത് ഓർത്തിരിക്കുക. റിപ്പീറ്റഡ് ആയിട്ട് 1-2 ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. പർവ്വത നിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മണിപ്പൂരിലെ ഏറ്റവും വലിയ തടാകം ലോക്ടക്, അല്ലെങ്കിൽ ലോക്ടക് ലേക്ക് ഏത് സംസ്ഥാനത്താണെന്നും ചോദിച്ചു കണ്ടിട്ടുണ്ട്. മണിപ്പൂരാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ദ ലാർജസ്റ്റ് മാൻഗ്രൂവ് എക്കോസിസ്റ്റം ഇൻ ഇന്ത്യ ആഫ്റ്റർ സുന്ദർബൻസ്. അപ്പൊ ലാർജസ്റ്റ് മാൻഗ്രൂവ് എക്കോസിസ്റ്റം ഏതാണ്? സുന്ദർബൻസ് ആണ്. സെക്കൻഡ് ലാർജസ്റ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ് ലാർജസ്റ്റ് ഭിതകർണികയാണ്. ഒഡീഷയിലെ ഭിതകർണിക മാൻഗ്രൂവ് എക്കോസിസ്റ്റം ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോർട്ടിക്കൾച്ചർ ഈസ് ലൊക്കേറ്റഡ് അറ്റ്. അപ്പൊ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോർട്ടിക്കൾച്ചർ എവിടെയാണ്? നാഗാലാൻഡിലാണ്. പിന്നെ ചിലർക്ക് കൺഫ്യൂഷൻ ആവാം, എന്താ വെച്ചാൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സബ് ട്രോപ്പിക്കൽ ഹോർട്ടിക്കൾച്ചർ ലക്നൗ ഉത്തർപ്രദേശിലുണ്ട്. അത് സബ് ട്രോപ്പിക്കൽ ഹോർട്ടിക്കൾച്ചർ ആണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോർട്ടിക്കൾച്ചർ നാഗാലാൻഡിലാണ്. വിച്ച് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ വാസ് മോസ്റ്റ് എഫക്റ്റഡ് ബൈ ദ സൈക്ലോൺ ബിപ്പർജോയ്? അപ്പൊ ബിപ്പർജോയ് എന്ന് പറയുന്ന സൈക്ലോൺ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തത് എവിടെയാണ്? ഗുജറാത്തിലാണ്. 2023 ആ ഒരു സൈക്ലോൺ ഹിറ്റ് ചെയ്തത്. ഗുജറാത്തിലാണ് അത് കൂടുതലായിട്ട് എഫക്ട് ചെയ്തത്. മൗസിൻ റാമിൽ ഏറ്റവും കൂടുതൽ വാർഷിക മഴ ലഭിക്കാനുള്ള കാരണം തന്നിട്ടുള്ളവയിൽ ഏതാണ്? അപ്പം മൗസിൻ റാമിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കാൻ, അതായത് ഏറ്റവും കൂടുതൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഖാസി കുന്നുകളുടെ സാന്നിധ്യമാണ് കേട്ടോ. ബാക്കിയെല്ലാം ഓരോ ഫാക്ടേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ആനുവൽ റെയിൻഫോൾ അവിടെ കൊടുക്കുന്നതിനുള്ള മെയിൻ റീസൺ ഖാസി കുന്നുകളുടെ സാന്നിധ്യമാണ്. ഇന്ത്യയിലെ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ള പരാമർശങ്ങളിൽ ശരിയേത്? ഇന്ത്യയിലെ ആദ്യത്തെ തുണിമില്ലുകൾ ബോംബെ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടു. ശരിയാണ്. സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിലെ പരുത്തിയുടെ ആവശ്യം വർദ്ധിപ്പിച്ചു. ശരിയാണ്. 1921 ശേഷം ഉണ്ടായ റെയിൽവേ വികസനം തുണി വ്യവസായത്തെ പുരോഗതിയിൽ എത്തിച്ചു. അതും ശരിയാണല്ലേ. റെയിൽവേ ഒക്കെ വന്നപ്പം അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ട്രാൻസ്പോർട്ട് ചെയ്യാനും സാധനങ്ങൾ കൊണ്ടുപോകാനും റോ മെറ്റീരിയൽസും മാനുഫാക്ചർഡ് ഗുഡ്സ് ഒക്കെ കൊണ്ടുപോകാനൊക്കെ ഹെൽപ്പായി. ജലവൈദ്യുത ശക്തിയുടെ ലഭ്യത തമിഴ്നാട്ടിൽ തുണി വ്യവസായം വളരാൻ കാരണമായി. അപ്പൊ അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ചെനാബ് റെയിൽവേ പാലത്തെക്കുറിച്ച് തന്നിരിക്കുന്ന പരാമർശങ്ങളിൽ ശരിയായത് ഏത്? റീസി ജില്ലയിലെ ബാക്കൽ കൗരി സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്നു. ശരിയാണ്. അപ്പൊ ബാക്കൽ കൗരി സ്റ്റേഷനുകളെയാണ് ബന്ധിപ്പിക്കുന്നത്. ഓർത്തിരിക്കുക കേട്ടോ. ചെനാബ് ഇപ്പൊ റീസെന്റ് കറണ്ട് അഫയേഴ്സും കൂടി ആയതുകൊണ്ട് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ബാക്കൽ കൗരി സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്നു. 359 മീറ്റർ ഉയരമുള്ള നിർമ്മിതി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ്. അതും ശരിയാണ്. ബാരാമുള്ള ശ്രീനഗർ ഉദ്ധംപൂർ റെയിൽവേ പാതയിലാണ് ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത്. ശരിയാണ്. 1315 മീറ്റർ നീളമുള്ള പാലത്തിന്റെ പ്രധാന നിർമ്മാണ മേൽനോട്ടം കൊങ്കൺ റെയിൽവേക്കായിരുന്നു. അതും ശരിയാണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. താഴെ നൽകിയവയിൽ ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട ശരിയായ വിവരണം ഏതെല്ലാമാണ്? അപ്പൊ പെനിൻസുലാർ പ്ലാറ്റ്യൂവുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. ഉപദ്വീപീയ പീഠഭൂമി ക്രമരഹിതമായ ത്രികോണാകൃതിയിലുള്ള ഭൂപ്രദേശമാണ്. അതെ അല്ലെ, ഒരു ട്രയാങ്കുലർ ഷേപ്പാണ്. പ്രധാനമായും ലാവ തണുത്തുറഞ്ഞതിലൂടെയാണ് രൂപപ്പെടുന്നത്. അതും ശരിയാണ്.
പീഠഭൂമിയുടെ പൊതുവായ ചെരിവ് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടേക്കാണ്. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടേക്ക് എന്ന് പറയുമ്പോൾ എങ്ങോട്ട്? ഇതല്ലേ ഈസ്റ്റ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണെന്നാ പറയണേ. അങ്ങനെയല്ലോ. എവിടെയാണ്? വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് വരുന്നത്. പടിഞ്ഞാറോട്ട് നിന്ന് കിഴക്കോട്ടേക്കാണ് നമ്മുടെ ഈ ഒരു പീഠഭൂമിയുടെ ചെരിവ്. ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെയാണ് ചെരിവ് വരുന്നത്. അപ്പം തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ശരാശരി ഉയരം 600 മുതൽ 900 മീറ്റർ വരെ അല്ലെ. അപ്പൊ അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 1, 2, 4 ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇന്ത്യയിലെ കൽക്കരി നിക്ഷേപങ്ങളുടെ 80% ഡാഷ് ഇനത്തിൽപ്പെട്ടതാണ്. ഏതാണ്? ഇന്ത്യയിലെ കൽക്കരി നിക്ഷേപങ്ങളുടെ 80% ബിറ്റുമിനസ് ഇനത്തിൽപ്പെട്ടതാണ് കേട്ടോ. ബി ആണ് കറക്റ്റ് ആൻസർ. ബിറ്റുമിനസ് കോൾ ആണ്. ജമ്മു കശ്മീരിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ബാംഗ്ലിഹാർ അണക്കെട്ട് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? അപ്പം ബാംഗ്ലിഹാർ അണക്കെട്ട് ഏത് നദിയിലാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ചിനാബ് കേട്ടോ. ചിനാബിലാണ് ബാംഗ്ലിഹാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. 2025 മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രധാന സവിശേഷതകൾ. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെന്റ് തുറമുഖം, ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം, അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖം, ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടർ. അപ്പൊ ഇതെല്ലാം ശരിയാണ് അല്ലെ. വിഴിഞ്ഞത്തിനെ പറ്റി ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഉപദ്വീപീയ നദിയായ കൃഷ്ണയുടെ ഉദ്ഭവസ്ഥാനം. അപ്പം കൃഷ്ണ റിവർ എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? മഹാബലേശ്വർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. മഹാബലേശ്വർ ആണ്. സുബൻസിരി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? അപ്പൊ സുബൻസിരി ഏതിന്റെ ട്രിബ്യൂട്ടറി ആണ്? ബ്രഹ്മപുത്രയുടെ ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ബ്രഹ്മപുത്രയുടെ ട്രിബ്യൂട്ടറി ആണ് സുബൻസിരി. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ജൈവമണ്ഡല കേന്ദ്രം. അപ്പൊ ഇത് തന്നെയാണ് ഏത് നമ്മുടെ പൂർവ്വഘട്ടവും പശ്ചിമഘട്ടവും തമ്മിൽ ബന്ധിപ്പിക്കുന്നതും. അപ്പൊ ഏതാണ്? നീലഗിരിയാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം. നേപ്പാള്, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ. അപ്പൊ ഇതില് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ സബ് കോണ്ടിനെന്റിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അഫ്ഗാനിസ്ഥാൻ ആണ്. നേപ്പാൾ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, പാകിസ്ഥാൻ ഒക്കെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം ഏതാണ്? ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം 97 ഡിഗ്രി 25 കിഴക്ക് അല്ലെ. എ ആണ് കറക്റ്റ്. പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി ഏതാ? പഞ്ചാബ് ഹരിയാന റീജിയനിൽ അവിടെ പ്ലെയിൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് സിന്ധു നദിയാണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചെനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏത്? നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ വായിച്ചില്ലേ, അതുമായിട്ട് റിലേറ്റഡ് ആണ്. എവിടെ? ചെനാബിലുള്ള ഡാം ഏതായിരുന്നു? ബഗ്ലിഹാർ ആയിരുന്നു. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ബഗ്ലിഹാർ. ഇനി ഇവിടെ ബക്രാനങ്കൽ ഡാം ഏത് റിവറിലാണ്? സത്ലജിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഫറാക്കെ ഡാം ഗംഗയിലാണ്. സർദാർ സരോവർ നർമ്മദയിലാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. സർദാർ സരോവർ ഒക്കെ ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാ. ബക്രാനങ്കറും. ബക്രാനങ്കൽ എവിടെയാണ്? സത്ലജിലാണ്. ഫറാക്കെ ഗംഗ, സർദാർ സരോവർ നർമ്മദ, ബഗ്ലിഹാർ എവിടെയാണ്? ബഗ്ലിഹാർ ചെനാബ്. ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇനി ഇതുപോലെ തന്നെ കേരള ജോഗ്രഫീൻ്റെയും പിന്നെ ജോഗ്രഫിക്കൽ ബേസിക് ജോഗ്രഫിക് ഫാക്ട്സും ആയിട്ടുള്ള വേറെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഉടനെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. സോ കീപ് ലേണിംഗ് ഗൈസ്. എല്ലാവരും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ do like, share and subscribe to our channel. Thank you so much for watching the video. Happy learning with Habitus.